ഈ കാഫിർ സ്ക്രീൻഷോട്ട് CPM ഒരു ബന്ധവുമില്ല, ആരാണ് അത് ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കട്ടെ എന്നാണ്. കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കണ്ടുപിടിക്കണം. ഇതേ ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ആദ്യം ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതായി കണ്ട റിബേഷിനോട് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അതാരാണ് എന്ന് വെളിപ്പെടുത്താൻ, തനിക്ക് അതാരാണ് നൽകിയതെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് പോലീസിന് ഇത്ര നാളായിട്ടും, ഈ ഏപ്രിൽ മുതൽ ഇപ്പോൾ ഓഗസ്റ്റ് വരെ ഇത്രയും നാളായിട്ടും അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്നു, പക്ഷേ അത് ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയും. ഈ റിബേഷിന് പാർട്ടിയോട് പറഞ്ഞാൽ പോലെ എനിക്ക് ആരാ തന്നതെന്ന്, അപ്പോൾ ഈ പ്രശ്നം തീരില്ലേ? ബഹുമാനപ്പെട്ട കേരള പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം കൃത്യമായി നടക്കുകയാണ്. ഇന്ന സാക്ഷികളെ ചോദ്യം ചെയ്തു, ആ സാക്ഷികളിൽ നിന്ന് വന്ന മൊഴി ഇന്നതൊക്കെയാണ്, ഇന്ന ആളുകളുടെ ഫോണുകൾ ഞങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട്, ആ ഫോൺ കോടതി വഴി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായി മെറ്റയെയും ഫേസ്ബുക്കിനെയും ചേർത്തിട്ടുണ്ട്. ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്ത് എവിടെ നിന്നാണ്, ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്ത് ആരാണ് എന്ന് കണ്ടെത്താൻ ഫേസ്ബുക്കിനും മെറ്റയ്ക്കും സാധിക്കും. അവിടെ അവര് അന്വേഷണത്തോട് സഹകരിച്ച് റിപ്പോർട്ട് വന്നിട്ടില്ല. അത് വന്നാൽ കൃത്യമായിട്ട് ഇതിന്റെ അന്വേഷണം പൂർത്തീകരിക്കപ്പെടും എന്ന് കോടതി ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നു. അതുകൊണ്ട് കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയായി ഒറിജിനേറ്റ് ചെയ്തത് എങ്ങനെയാണ് അരുൺകുമാർ? അന്വേഷണം സർക്കാർ സ്വമേധയാ കേസെടുത്ത് അന്വേഷിച്ചാണോ, അതല്ല ആരെങ്കിലും പരാതിയിലാണ്? അല്ല, ഇത് അതിൽ ഇരയായ വിക്ടിമായ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, അതിൽ വിക്ടിമായ അയാൾ കോടതിയിൽ പോയിട്ടാണ് അന്വേഷണം നടക്കുന്നത്. കേൾക്കണം, താങ്കൾക്ക് കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ കേൾക്കുക. 410 ക്രൈം നമ്പർ 410/2024 വടകര പോലീസ് സ്റ്റേഷൻ LDFന്റെ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തപ്പെട്ട സഖാവ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ്. ആ കേസിൽ പ്രതിയായി പിടിക്കപ്പെട്ടയാൾ കൊടുത്ത പരാതി ക്രൈം നമ്പർ 411/2024 രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസ്. രണ്ട് കേസും സൈമൾട്ടേനിയസ് അന്വേഷണം നടക്കുന്നു. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കേസിൽ പ്രതിയില്ലാത്തത്? എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കേസിൽ പ്രതിയില്ലാത്തത്, ആദ്യത്തെ കേസിൽ മാത്രം പ്രതി ഉണ്ടാവുന്നത്? അത് കൃത്യമായി കേസിന്റെ അന്വേഷണത്തിന്റെ ഘട്ടം മുന്നോട്ട് പോകുന്നു. സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്യുന്നു. കാസിമിനെതിരെ കേസെടുക്കാൻ ഒരു അന്വേഷണം ആവശ്യമുണ്ടായിരുന്നില്ല അരുൺകുമാർ. കാസിമിനെതിരെ ഈ പോലീസിന് കേസെടുക്കാൻ അന്വേഷണത്തിന് ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഇതിൽ 6 മാസത്തെ അന്വേഷണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഇത് 6 മാസത്തെ ഒന്നല്ല പറയാം. ഇവിടെ AKG സെന്റർ ആക്രമിച്ചപ്പോഴും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ആക്രമിച്ചപ്പോഴും എല്ലാം ഇതേ രൂപത്തിൽ CPM-നെ അക്യൂസേഷൻ നടത്തിക്കൊണ്ട് നിങ്ങൾ മാസങ്ങൾ ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ ചർച്ച നടത്താൻ പോലുമുള്ള അവസരം കൊടുക്കാതെ കാസിമിനെതിരെ കേസെടുത്ത പോലീസാണിത്. ഒരു നിമിഷം അരുൺകുമാർ, അങ്ങനെ ചർച്ച നടത്താൻ പോലും ഒരു അവസരം കൊടുക്കാതെ കാസിമിനെതിരെ കേസെടുത്ത പോലീസാണിത്. മിസ്റ്റർ, ഒരു മര്യാദ കാണിക്കണം. ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി ഒരു വാചകം മുഴുപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ ഇടപെടരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വയം ചർച്ച നടത്തിയാൽ മതി. എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് സമയം തന്നെ പറഞ്ഞോളൂ. അതായത് പരാതി കിട്ടുന്നു, പരാതി പരിശോധിച്ച് മുന്നോട്ട് പോകുന്നു, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു, അതിന്റെ അന്വേഷണം നടക്കുന്നു. അതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളുടെ ഭാഗമായി ഫോറൻസിക് പരിശോധനയും എക്സ്പെർട്ട് പരിശോധനയും എല്ലാം നടന്ന് മുന്നോട്ട് പോകുന്നു. അതിപ്പോൾ ഹൈക്കോടതി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ പറയുന്നു. ഇതുവരെ നടന്ന അന്വേഷണം കൃത്യമായി അവിടെ ഫയൽ ചെയ്യുന്നു. പിന്നെ അന്വേഷണത്തിൽ അതെവിടെ ഇതെവിടെയെന്ന് ഇതിന്റെ അന്തിമ കുറ്റപത്രം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ 2 കേസ് നേരത്തെ കോട്ട് ചെയ്തത് ഇതിന്റെ ഇടയിലും മാധ്യമങ്ങൾ നിരവധി ട്രയൽ നടത്തി ഞങ്ങളോട് ചോദിച്ചിരുന്നു. ഞാൻ ഉൾപ്പെടെ CPM-ന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതെന്താ അന്വേഷിക്കാത്തത്, ഇതെന്താ ഇപ്പൊ പറയാത്തത്, ഇതെന്താ റിപ്പോർട്ട് വരാത്തതെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അന്വേഷണമാണ്, പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ കഴിയില്ല, ചിലത് കുറച്ചുകൂടെ കഴിയണം, ആധികാരികമായിട്ടുള്ള വിവരം കിട്ടണം, സോഴ്സ് ഇപ്പൊ തന്നെ അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് അന്വേഷണത്തെ ബാധിക്കും. അന്തിമ കുറ്റപത്രം വന്നല്ലോ. യഥാർത്ഥത്തിൽ പ്രതിയെ പിടിക്കുന്ന സാഹചര്യം നേരത്തെ ചാനലുകൾ ചർച്ച ചെയ്ത പല കേസുകളിലും വന്നല്ലോ. AKG സെന്റർ ആക്രമിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾ പിടിച്ചല്ലോ. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം പ്രതികളെ പിടിച്ചല്ലോ. ഇപ്പൊ ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് പേർക്ക് കള്ളവോട്ടുണ്ടാക്കിയ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഇന്ന് CJM കോടതി പറഞ്ഞല്ലോ, അതിന്റെ വെബ്സൈറ്റ് കൃത്യമായിട്ട് ഹാജരാക്കണമെന്ന് പറഞ്ഞല്ലോ. ഏത് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഹാജരാക്കണമെന്ന് പറഞ്ഞല്ലോ. അന്വേഷണത്തിന് പല ഘട്ടങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ അന്വേഷണം തീരില്ല. അതിൽ പ്രതികൾ വരും. ചില പ്രതികളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയവർ കൂടുതൽ അന്വേഷണം സാക്ഷികളായി മാറും.
സാക്ഷികൾ പ്രതികളായിട്ട് മാറും. അതെല്ലാം പെറോഗേറ്റീവ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. അതിനെ നിയന്ത്രിക്കാനോ നിർണ്ണയിക്കാനോ നിർദ്ദേശിക്കാനോ മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്കോ സ്ഥാനമില്ല. അന്വേഷണം നടക്കട്ടെ. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ, ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ ഈ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല. കൃത്യമായി ഈ 4-5 പാരഗ്രാഫ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട്. ഏതൊക്കെ സാക്ഷിയെ ചോദ്യം ചെയ്തു, ആരുടെയൊക്കെ മൊബൈൽ ഫോൺ എടുത്തു, ആരുടെയൊക്കെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടു. അന്വേഷണം പൂർത്തീകരിക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ. അങ്ങനെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയല്ല. ഈ ഒരു സാക്ഷിയെ ചോദ്യം ചെയ്യാണ്, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, അതെനിക്ക് പറയാൻ നിവൃത്തിയില്ല. അയാളാണ് ഇത് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയതാണ്. സോഷ്യൽ മീഡിയയിൽ ആദ്യമായി പോസ്റ്റ് ചെയ്ത് പോലീസ് കണ്ടെത്തിയ ആളോട് പറയാണ്, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, എനിക്ക് അറിയില്ല, പറയാൻ അറിയില്ല എന്നല്ല, എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പോലീസ് എന്താണ് ചെയ്യുക? സാധാരണ അത് ആ വാചകത്തിനൊരു പ്രശ്നമുണ്ട്. സാധാരണ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, നിരവധി വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അംഗങ്ങളായിരിക്കും. അതുപോലെ നിരവധി ഗ്രൂപ്പുകൾ, വ്യക്തിപരമായിട്ടുള്ള പ്രൊഫൈൽ അല്ലാതെ തന്നെ ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കും. ഇതൊക്കെ ഓരോ സമയത്തും നമ്മൾ ആ ഗ്രൂപ്പുകൾ എടുത്ത് പരിശോധിക്കുന്നില്ല. കുറെ കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഗ്യാലറിയിൽ നിന്ന് ചില ഫോട്ടോ കിട്ടും. ആ ഫോട്ടോ ആധികാരികമാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഏറ്റവും ആദ്യം കിട്ടിയത് എന്ന് ഓർത്തെടുത്ത് പറയാൻ ചിലർക്ക് കഴിഞ്ഞൊന്നിരിക്കില്ല. സാധാരണ പോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടതും ആ വാക്കിലും വാചകത്തിലും വീഡിയോയിലും പോസ്റ്റിലും എല്ലാം ഉത്തരവാദിത്തം വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് തന്നെ വേണം. പക്ഷേ ചിലപ്പോൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല, ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ സറണ്ടർ ചെയ്യല്ലേ, മൊബൈൽ ഫോൺ പരിശോധിച്ചോളൂ, നിങ്ങൾക്ക് അതിന്റെ സോഴ്സ് കണ്ടെത്തിക്കോളൂ. അല്ലല്ല, സബ്മിറ്റ് ചെയ്യല്ലേ, ഇത് CC ആണ് ചെയ്തത്. രണ്ടും തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ട്. മറ്റൊരു കാര്യം, എനിക്ക് ഓർമ്മയില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പറയാൻ കഴിയില്ല എന്നാണ്. അല്ല, റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നത് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അല്ല രജീഷ്, കുഡ് നോട്ട് റിവീൽ ഫ്രം വെയർ ഹി ഒബ്റ്റൈൻഡ് ദ കമ്മ്യൂണൽ പോസ്റ്റ് എന്ന് തന്നെയാണ്. നുണ പറയണമെന്നില്ല, കൃത്യമായിട്ടുള്ള വാചകം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. വെളിപ്പെടുത്തിയില്ല, പുള്ളിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകില്ല, ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം പോലീസ് അന്വേഷിച്ചോട്ടെ. രണ്ടാമത്തെ കാര്യം, ഹാജരാക്കിയാലും റബീഷ് കുഡ് നോട്ട് റിവീൽ എന്നല്ല പറഞ്ഞത് അരുൺകുമാർ, അത് മുറിച്ച് പറയല്ലേ. കുഡ് നോട്ട് റിവീൽ എന്ന് മാത്രമല്ല പറഞ്ഞത്, ആദ്യം അവസാനം വരെ വായിക്കേ. അല്ല, അങ്ങ് വായിക്കേ, എന്റെ ഇപ്പൊ റിപ്പോർട്ടില്ല. വായിച്ചോ? അല്ല, അങ്ങ് വായിക്കേ, ആദ്യം മുതൽ അവസാനം വരെ വായിക്കേ. കുഡ് നോട്ട് റിവീൽ അവിടെ മാത്രം. Yes. On 30/6/2024, the statement of Ribesh, son of Ramakrishnan, was recorded as witness number 22 and examined his Redmi Note 7 mobile phone. On verification of his mobile phone, it is revealed that the communal post was posted by him in the WhatsApp group of Red Encounters on 25/4/2024 at 2:30 p.m. On interrogation, Ribesh could not reveal from where he has obtained the communal post. Following the statement, ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് റിവീൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ല, നിങ്ങൾ ഇടപെടലേ. ഒരു മിനിറ്റ്. ഫോളോയിങ് ദ സ്റ്റേറ്റ്മെന്റ്, seized the mobile phone, ഹാജരാക്കിയതാൽ seized the mobile phone of Ribesh and sent it to District Forensic Science Laboratory Kozhikode through Honorable JFCM Court Vadagara for examination. 1. Whether the post was created by him. 2. Whether it was downloaded and if to be provided the detail etc. അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ, അദ്ദേഹത്തിന് എവിടെ നിന്നാണോ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയത് എന്നുള്ള സത്യം തിരിച്ചറിയാൻ കോടതി വഴി ഫോറൻസിക് പരിശോധനയ്ക്ക് ഇത് വിട്ടിരിക്കുകയാണ്. അരുൺകുമാർ, ഒരൊറ്റ ദിവസമാണ് ഈ സാധനം സോഷ്യൽ മീഡിയ പ്രത്യക്ഷപ്പെട്ടത്. ഒറ്റ ദിവസം, പല ദിവസങ്ങളിലായിട്ടോ പല കാലങ്ങളിലായിട്ടോ അല്ല, ഒറ്റ ദിവസം. സ്വന്തം ഫോണിൽ ലഭിച്ച ഒരു കാര്യം അത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന്, ആ ദിവസം കിട്ടിയത് എന്നാണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല, അറിയില്ല എന്ന് പറഞ്ഞാൽ അരുൺകുമാർ ഒരു അഭിഭാഷകൻ എന്നതിൽ വിശ്വസിക്കുമോ? അല്ല, അതൊക്കെ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇവിടെ പോയി വിധി എഴുതേണ്ട കാര്യമല്ല. അതിന്റെ കാര്യകാരണ സഹിതങ്ങൾ കണ്ടുപിടിക്കാനുള്ള അന്വേഷണ സംവിധാനം ഇവിടെ ഉണ്ട്. അത് അന്വേഷിക്കട്ടെ. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച 2 കേസ് റെഫർ ചെയ്തത് നമ്മൾ ഇങ്ങനെ കുറെ കാര്യകാരണങ്ങൾ കണ്ടുപിടിച്ചിരുന്നല്ലോ നേരത്തെ. ഇതൊന്നും ശരിയല്ലെന്നും സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് വന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. കോടതിയുടെ സർവൈലൻസിൽ തന്നെയാണ് അന്വേഷിക്കുന്നത്. ഹൈക്കോടതിയിൽ തന്നെ ഇതിന്റെ കേസിന്റെ പരിശോധനയും പരിഗണനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായി പറഞ്ഞില്ലേ, അന്വേഷണം കൃത്യമായി പോട്ടെ, ഒരു തരത്തിൽ ഇതിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് നമ്മൾ എടുക്കില്ല. സമൂഹത്തിൽ വിള്ളലുണ്ടാകുന്ന, വിഘടനവാദം ഉണ്ടാകുന്ന ഒരു ഇടപെടലും CPM ഭാഗത്തുനിന്നുണ്ടാവില്ല. അത് കൃത്യമായി ആധികാരികമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു.